തൃത്താലയുടെ മന്ത്രി തൃത്താലയിൽ ഈ ആശുപത്രിക്ക് പോകുന്നതിന്റെ എതിർവശത്ത് ഒരു ബിവറേജ് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അതല്ലോ ബിവറാശ് പകർപ്പന്റെ കയ്യിലുണ്ട്. 12,50,00,000 രൂപ വക എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ചില വ്യക്തികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഒരു സൗകര്യങ്ങളും ഇല്ലെന്നാണോ പറഞ്ഞത്? നിലവിൽ നിങ്ങളൊന്ന് പോയി നോക്ക്. തൃത്താല ഗവൺമെന്റ് ആശുപത്രിക്കുമായിട്ട് യാതൊരു സംവിധാനവും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുറകെ ഒരു 9 വർഷമായി നടക്കുന്ന ഒരാളുണ്ട്. മുനീർ കാശാമുക്ക് എന്നാണ്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അതായത് നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനാണ്, അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിലുപരി ഒരു പൊതുപ്രവർത്തകനാണ്. ഈ തൃത്താല ഗവൺമെന്റ് ആശുപത്രി ഒരുപാട് ആളുകൾക്ക് ഈ പ്രദേശത്തും മറ്റു സ്ഥലങ്ങളിലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഏതാണ്ട് 2015 വരെ. 2015 ശേഷം ഘട്ടം ഘട്ടങ്ങളായിട്ട് തൃത്താല ഗവൺമെന്റ് ആശുപത്രിയെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അത് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ അതിൽ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം ഞാൻ ഉപയോഗിക്കാത്തത് ഒരു പൊതുപ്രവർത്തനത്തിൽ രാഷ്ട്രീയം ഉപയോഗിക്കാത്തതാണ്. ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാരനായ മനുഷ്യനിക്ക് ഒട്ടനവധി സഹായകരമാവുന്ന ഉപകാരപ്രദമാവുന്ന ഒരു സ്ഥാപനമാണ് തൃത്താല ഗവൺമെന്റ് ആശുപത്രി. എന്നാൽ ഈ തൃത്താല ഗവൺമെന്റ് ആശുപത്രിയെ 2015 മുതൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സീനാണ് ഉണ്ടായത്. ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, ഒരാളും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല. ഇനി പറയുകയാണെങ്കിൽ ഞാനൊരു ആം ആദ്മി പാർട്ടി പ്രവർത്തകനാണ്. 9 വർഷമായി ഞാൻ ഈ ഒരു ആശുപത്രി തൃത്താലയിലെ ജനങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, നമുക്കെല്ലാവർക്കും അതിൻ്റെതായ രീതികളുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാവുന്ന വിഷയത്തിൽ ഇടപെടുമ്പോൾ പോലും അത് രാഷ്ട്രീയം കൊണ്ടുവന്ന് ആ പറയുന്ന ആളുകളെ എന്താ പറയുക ഗൗനിക്കാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാതിരിക്കുന്ന രീതി ഇവിടുത്തെ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. അത് പ്രതിഷേധാർഹമാണ്. തൃത്താല ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ മനുഷ്യരായ എല്ലാ ആളുകൾക്കും ഉപകാരമുള്ളതാണ്, സഹായകരമാണ്. അതിന് യാതൊരു വക നടപടി എടുക്കാനും ഇതുവരെ കൈകൊണ്ടിട്ടില്ല. 2015 മുതൽ ഈ ഒരു ആശുപത്രിയുടെ തകർച്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അന്ന് മുതൽ ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ഇതിൻ്റെ ഘട്ടം ഘട്ടം സംവിധാനത്തിൽ ഞാനിത് ചോദ്യം ചെയ്യപ്പെടുകയും ഇത് അനിവാര്യമാണെന്നും ഇത് പ്രദേശവാസികളുടെ അവകാശമാണെന്നും അത് നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ 2019 ഞാനൊരു വിവരാവകാശം കൊടുത്തു. 2019 ഡിസംബറോട് കൂടിയിട്ട് ആ വിവരാവകാശത്തിന് മറുപടി കിട്ടുന്നത് കൂടിയിട്ട് നമ്മുടെ ഇവിടെ കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രയാസങ്ങളുമായിട്ട് വളരെ ദയനീയമാണ്. അത് കഴിഞ്ഞ് 2021 ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഞാനും എൻ്റെ പാർട്ടി നേതൃത്വവും ഇടപെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുക്കുകയുണ്ടായി. തൃത്താലയുടെ അന്നത്തെ MLA-യും സ്പീക്കറുമായിരുന്ന MP രാജേഷ് അവർ അവിടെ വരികയും ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുമെന്ന് പറയുകയും ചെയ്തു പോയി. എന്നിട്ടും അതിനൊരു ഫോളോ അപ്പ് ഇല്ല, ഒരു നടപടിയില്ല. അതിനുശേഷം നമ്മൾ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയി. 2021 ബഡ്ജറ്റ് അവതരണത്തിൽ 12,50,00,000 രൂപ വകയിരുത്തി. ഈ സ്ഥാപനം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്ഥാപനമായി കൊണ്ടുവരാൻ 12,50,00,000 രൂപ വകയെടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. നാളിതുവരെ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ അവർ തയ്യാറായിട്ടില്ല. ഇവിടെ 1400, 450, 500 OP ടിക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ നമ്മൾ വിവരാവകാശമായി നമ്മൾ ചോദിച്ചപ്പോൾ നമുക്കതിന് മറുപടി തന്നിരിക്കുന്നത് വളരെ ദയനീയമായ രീതിയിൽ, അതായത് തൃത്താലയിലെ പരിസര പ്രദേശങ്ങളിലും ഒരു രോഗികളും ഇല്ല എന്നുള്ള രീതിയിലാണ് മറുപടി തന്നിരിക്കുന്നത്. 5 ചോദ്യങ്ങളാണ്. അതിൽ 5-ാമത്തെ ചോദ്യമാണ് തൃത്താല ഗവൺമെന്റ് ആശുപത്രിയുമായി കിടത്തി ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അതിന് ചോദിച്ചിരിക്കുന്നത് രോഗികളുടെ കുറവ് മൂലം തൃത്താല ഗവൺമെന്റ് ആശുപത്രിയിലെ കിടത്തി ചികിത്സ നിർത്തലാക്കി സ്റ്റാഫുകളെ മറ്റ് സ്ഥാപനത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. ഈ നിങ്ങളൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ദൈനംദിനം പ്രതിനിധി ഈ ആശുപത്രിയെ ആഗ്രഹിച്ചുകൊണ്ട് എത്ര രോഗികൾ വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റും. അത്തരം ഒരു മേഖലയിൽ ഈ ഒരു ആശുപത്രിയിൽ രോഗികളുടെ കുറവ് മൂലം എന്ന് പറഞ്ഞ് കിടത്തി ചികിത്സ നിർത്തലാകുകയും അവിടുത്തെ സ്റ്റാഫുകളെ മാറ്റി സ്ഥാപിക്കുമുണ്ടായ ഒരു സ്ഥിതി അത് അംഗീകരിക്കാൻ പറ്റും. ഇപ്പോഴും അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ DPR സെറ്റായിട്ടില്ല, അതിൻ്റെ മറ്റുള്ള സംവിധാനങ്ങൾ സെറ്റായിട്ടില്ല, മറ്റുള്ള കാര്യങ്ങൾ സെറ്റായിട്ടില്ല എന്നുള്ള രീതിക്കുള്ള മറുപടി ഞാൻ തരുന്നത്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഒരു 700-800 രൂപ കൂലിപ്പണിക്കാരന് ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് രീതിയിലാണെന്ന് ഇവിടെ ആർക്കും നോക്കിയാൽ മനസ്സിലാവും. ജീവിത രീതി ആ സ്ഥാനത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധാരണക്കാരൻ, ഞാനാവട്ടെ ആരും ആവട്ടെ, പൈസ കണ്ടെത്തണം, കടം മേടിക്കണം, ഡോക്ടറെ കൊടുക്കാൻ, മരുന്ന് മേടിക്കാൻ, അതുപോലെ തന്നെ വണ്ടി ഫീസ് ഉൾപ്പെടെ. ഈ ഒരു സ്ഥാപനം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 തരത്തിൽ സമാധാനമാണ്. അതായത് ഒന്ന്, കടം ചോദിക്കേണ്ടത് ഡോക്ടർക്കും ഡോക്ടർ ഫീസ് കൊടുക്കാനും കടം ചോദിക്കേണ്ടതില്ല.
മറിച്ച് ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആ ട്രാവലിങ്ങിന്റെ കാശ് മാത്രം കടം പറഞ്ഞാൽ മതി. അപ്പൊ ആയതുകൊണ്ട് ഇത് പ്രതിഷേധകരമാണ്. ഈ ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു ലംഘനം ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് എന്ന നിലയിലും അതിനു മുമ്പും ഈ ഒരു വിഷയം തൃത്താലയിലെ ജനങ്ങളുടെ അധികാരവും അവകാശവുമാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് ഒരു വ്യക്തിയാണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ മഴയും കാര്യങ്ങളുമാണ്, ഓരോ ദൈനംദിന ചെലവുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണക്കാരൻ്റെ കുടുംബജീവിത രീതികളൊക്കെ. ഇത് ബോധപൂർവ്വം ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടി, ഈ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ചില വ്യക്തികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുന്ന സൗകര്യങ്ങൾക്ക് തൃത്താല പ്രദേശത്തെ ഒട്ടനവധി സാധാരണക്കാരനായ കുടുംബങ്ങളെയാണ് അത് ബാധിക്കുന്നത്. കാരണം ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. എൻ്റെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമെങ്കിൽ അത് കേവലം വരുന്ന ആളുകൾക്ക് മാത്രമാണ്. ആ കേവലം വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പതിനായിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ വരുന്ന ആളുകൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധപരമാണ്. ഇത് വരും ദിവസങ്ങളിൽ ജനകീയമായ രീതിയിൽ, നമ്മൾ രാഷ്ട്രീയം പറയുമ്പോഴാണല്ലോ അതിനൊരു പ്രയാസം വരുന്നത്, ജനകീയമായ രീതിയിൽ നല്ലൊരു പ്രതിഷേധങ്ങളും കാര്യങ്ങളുമായിട്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തൃത്താലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഇടപെടലുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുറകോട്ടില്ല. മോസ്കോ റോഡ്, അതുപോലെ ഞാങ്ങാട്ട് 2009 അവിടെ അത് സർവീസ് നടന്ന ബസ്സിലെ പണിക്കാരനും ജീവനക്കാരനും കൂടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ കുമ്പിടിത്തിരിവ്, തൃത്താല, VK കടവ്, ആലൂര്, പട്ടിത്തറ, VP കുണ്ട്, കുമ്പിടി, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും രോഗികളുമായിട്ട് വന്നിരുന്ന ഒരു സ്ഥാപനമാണ് തൃത്താല ഗവൺമെന്റ് ആശുപത്രി. ഇതിൻ്റെയൊക്കെ പ്രതിഷേധം ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പരിമിതമായ റോട്ടിൽ വ്യാപാരികളുടെ കടകൾക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മറ്റുള്ള ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ സ്ഥിതി. ആ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട തൃത്താലയുടെ മന്ത്രി തൃത്താലയിൽ ഈ ആശുപത്രിക്ക് പോകുന്നതിൻ്റെ എതിർവശത്ത് ഒരു ബിവറേജ് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിവറേജ് മദ്യം കഴിക്കുന്ന ആളുകൾക്ക്, അത്തരം ആളുകൾക്ക് അത് ആവശ്യമാണ്. അത് എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ആവശ്യമാണ്. പക്ഷേ അത് തൃത്താലയിൽ എന്നെ കൊണ്ടുവന്ന് അവരുടെ ആഗ്രഹം നിറവേറ്റണമെന്നും പ്രതിഷേധകരാണ്. ഇവിടെ ആവശ്യം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഇവിടുത്തെ എല്ലാ ജനവിഭാഗത്തിനും അവിടുന്ന് ഒരു സഹായം കിട്ടണം, ഒരു സംവിധാനം കിട്ടുന്ന രീതിയിലായിരിക്കണം. മറിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രകസനങ്ങളോട്, പരിപാടികളോട് യോജിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സൗകര്യങ്ങളും ഇല്ലെന്നാണോ പറഞ്ഞത്? നിലവിൽ നിങ്ങളൊന്ന് പോയി നോക്ക്. അതായത് ഇപ്പോൾ ആഴ്ചയിൽ വരുന്ന കാര്യങ്ങൾ, പുറത്തു പോയി ട്രീറ്റ്മെന്റ് നടത്തേണ്ട, പരിശോധന നടത്തേണ്ട കാര്യങ്ങൾക്ക് പോയാൽ പോലും അവർ പുറത്തു നിന്ന് വാഹനങ്ങൾ വിളിച്ചു പോകേണ്ട സ്ഥിതിയാണ്. തൃത്താല ഗവൺമെന്റ് ആശുപത്രിക്കുമായിട്ട് യാതൊരു സംവിധാനവും ഇല്ല. ഇപ്പൊ 4 ദിവസം മുന്നേ ഇവിടെ ജിംനേഷ്യൻ, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് ജിംനേഷ്യൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃത്താല ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്ന ആ കാര്യം ഒന്ന് വികസിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനൊന്ന് അടിസ്ഥാന സൗകര്യമായി കൊണ്ടുവരാൻ യാതൊരു വക കാഴ്ചപ്പാടും നിർബന്ധ ബുദ്ധിയും ഇവരുടെ ഭാഗത്തുനിന്നില്ല. അത് വളരെയധികം ദയനീയമാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് തുടർന്നും കൊണ്ടുപോകാനാണെങ്കിൽ വമ്പിച്ച പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായി നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇത് ആരും അതിനെ നമ്മളെ അവഗണിച്ചു വരുന്നത്. ഇത് ഇവിടുത്തെ തൃത്താലയിലെ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് ഈ തൃത്താലയിലെ ആളുകൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു. ഈ ആശു ഉന്നയിച്ച് 9 വർഷമായിട്ട് നമ്മൾ ഏറ്റെടുത്തൊരു വിഷയമാണ്. എന്നെ സംബന്ധിച്ചോളം ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടി സഹായകരമാവുന്ന ഒരു രീതിയിലേക്ക് അത് ആർക്കും കൊണ്ട് എത്തിക്കാൻ പറ്റുമോ അത് എത്തിക്കലേ ആവശ്യമാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.